നമസ്കാരം സുഹൃത്തുക്കളെ. കുട്ടനാട് ചമ്പക്കുളത്ത് മൂലം വള്ളംകളി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വള്ളംകളിയെ ചൊല്ലി ഒരു പ്രശ്നം നിയമസഭയിൽ ഉടലെടുത്തിരുന്നു. അത് ശരിക്കും ഒരു പ്രശ്നമാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുട്ടനാടിൻ്റെ MLA കുട്ടനാട് താലൂക്കിന് ഒരു പ്രാദേശിക അവധി വേണം ഈ വള്ളംകളി പ്രമാണിച്ച് എന്ന രീതിയിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ ഇരിക്കുന്ന ആളാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി. അദ്ദേഹം എഴുന്നേറ്റിട്ട് പറയുന്നു, അത് ആവശ്യം ഞങ്ങൾ പരിഗണിക്കാം എന്നൊക്കെ, പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നു ഒരിക്കലും കൊടുക്കില്ല എന്ന്. അപ്പോൾ അത് വലിയ വിവാദവും മറ്റുമൊക്കെ ആയതാണ്. കുഞ്ഞാലിക്കുട്ടി അതിനൊക്കെ തന്നെ ന്യായീകരിക്കാനൊക്കെ നോക്കി രണ്ടുപേരും തേഞ്ഞൊട്ടിയതാണ്. കാരണം ഇന്നിപ്പോൾ ഇവരെ ഇത്തരക്കാരെയൊക്കെ പൊളിച്ച് കാണിക്കാൻ, തുറന്നു കാണിക്കാൻ ട്രോളുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ ട്രോളുകൾ എന്ന് പറഞ്ഞ സാധനം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുകയും അത് സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പും മറ്റുമൊക്കെ വഴി ഒരുപാട് ആളിലേക്ക് എത്തുകയും ആളുകൾ ഇത് കണ്ട് രസിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംഗതിയാണ്. അതിപ്പോൾ ഈ വള്ളംകളി നടക്കുന്ന ആ പമ്പയാറ്റിലും നോക്കൂ, അവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യം അതാണ്. നോക്കിയിരുന്നോ ഇപ്പം തരാം എന്ന് പറയുകയും പോക്കി സതീശൻ്റെ ഒരു ഫോട്ടോയൊക്കെ, അദ്ദേഹത്തിൻ്റെ ആ ചിരിയും മറ്റുമൊക്കെ തുടക്ക സമയത്തും അദ്ദേഹത്തിന് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുത്തതാണ്. പക്ഷേ അന്നേ ഉറപ്പായിരുന്നു ഇത് അദ്ദേഹത്തിന് ആജീവനാന്ത കാലം ട്രോള് കിട്ടാനുള്ള ഒരു സംഗതിയാണ് എന്ന്. ഞാൻ 1-2 വീഡിയോയിൽ അത് പരാമർശിക്കുകയും ചെയ്തതാണ്. അത് ഏതാണ്ട് കാര്യങ്ങൾ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി എന്തിനും ഏതിനും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഒരു മുഖം വെച്ചുള്ള ഒരു ചിരിയും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അന്ന് പ്രത്യേക BGM ഒക്കെ ഇട്ട് ആളുകൾ ആഘോഷിച്ച ആ സാധനം. പക്ഷേ അത് ഒരൊറ്റ ദിവസത്തെ ആഘോഷം മാത്രമേ ഉള്ളൂ. ബാക്കി തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മൊത്തം അദ്ദേഹത്തിന് ട്രോള് കിട്ടാൻ പോകുന്ന ഒരു സംഗതിയാണ്. അതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ തന്നെ അവിടെ നോക്കുക, ചമ്പക്കുളം എന്ന് പറഞ്ഞ ആ സ്ഥലം, ഈ വള്ളംകളിയൊക്കെ നടക്കുന്ന സ്ഥലം കോൺഗ്രസ്സിന് വലിയ മേധാവിത്വമുള്ള സ്ഥലമാണ്. കോൺഗ്രസ് തന്നെയാണ് പഞ്ചായത്തൊക്കെ ഭരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ട്രോള്, അതും വള്ളത്തിലും ബോട്ടിലൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ഈ സതീശൻ്റെ മുഖവും വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നോ ഇപ്പം തരാം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രോളായിട്ട് കൊണ്ടു നടക്കുമ്പോൾ അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്സവങ്ങളുടെ ഭാഗം തന്നെയാണ് വള്ളംകളി എന്ന് പറഞ്ഞ ആ ഒരു ആഘോഷവും. അവിടെ ഒരുപാട് വള്ളംകളികളുണ്ട്. നമുക്ക് പുറത്തുള്ളവർക്ക് ഒരുപക്ഷെ അറിയാവുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയും രാജീവ് ഗാന്ധി വള്ളംകളിയൊക്കെ ആയിരിക്കും. പക്ഷേ അതുകൂടാതെ തന്നെ അതിനുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഈ രാജപ്രമുഖൻ ട്രോഫി എന്നാണ് ഈ മൂലം വള്ളംകളി അറിയപ്പെടുന്നത്. അല്ലാതെ തന്നെ നിരവധി പായിപ്പാടാറ്റി നടക്കുന്ന വേറെ വള്ളംകളിയുണ്ട്. അങ്ങനെ ഒരുപാട് വള്ളംകളിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കൈനകരി ആറ്റിലും പമ്പയാറ്റിലും വള്ളംകളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വികാരമാണ്. അപ്പോൾ ഇങ്ങനൊരു വള്ളംകളി അവിടെ നടക്കുമ്പോൾ അതിന് പ്രാദേശികമായിട്ടുള്ള അവധി എന്ന ഒരു ആവശ്യം അവർ ഉന്നയിച്ചതാണ്. അത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടം. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ പറയാമായിരുന്നു ഇതുവരെ അങ്ങനെ ഒരു അവധി തന്നിട്ടില്ല, അതിനാൽ ഇത്തവണയും തരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അത് ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. അതിന് പകരം ഞങ്ങൾ പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കും എന്ന് പറയുകയും താഴോട്ട് ഇരുന്നിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നത് ഒരിക്കലും കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കപടതയാണ് വെളിവാക്കിയത്. അങ്ങനെ പല കാര്യത്തിലും ഈ VD സതീശൻ എന്നൊരു വ്യക്തി നേരത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആരോപിച്ചതുപോലെ ഇദ്ദേഹം നുണേശനാണ് എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിപ്പോൾ കൂടുതൽ സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പല വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ U-ടേൺ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ആ കൂട്ടത്തിൽ ഇത്തരം ട്രോളുകൾ ഒരു വ്യക്തിയുടെ ഇമേജിനെ തന്നെ താഴോട്ട് ഇകഴ്ത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ വളരെ വേഗം ജനങ്ങളുടെ മനസ്സിലേക്ക് പതിക്കും. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ചിരിയും ആ മുഖം കൊണ്ടുള്ള അഭ്യാസവുമൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ആജീവനാന്തകാലം അദ്ദേഹത്തിന് ട്രോൾ കിട്ടാനുള്ള ഒരു ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് തന്നെ ഈ ഒരു ട്രോൾ എന്ന ഇതിൻ്റെ പ്രത്യേകത, അവിടെ ഈ കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ അവിടെ സന്നിഹിതരാണ്. അവരൊക്കെ ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ട്രോള് ചർച്ചയാവാൻ പോകുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഒരു പ്രദേശത്തെ ആളുകൾ മൊത്തത്തിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ അവർ ട്രോളുകയും അദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അത് അവർ ആസ്വദിക്കുക കൂടി ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം.